നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കെ മാഡം, ശരി കാണാം. സ്റ്റാഫ് മീറ്റിംഗിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഗൗതം സാറേ, ഞാൻ മിഥുൻ. എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ട്. സർ, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ വിസിറ്റർ. ഇന്ന് ഞാൻ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷേ എനിക്ക് സാറിനോട് ഇത്തിരി സംസാരിച്ചേ പറ്റൂ. സോറി, ഞാനിത്തിരി ബിസിയാ. നിങ്ങൾ പോയിട്ട് നാളെ വരൂ. ഞാൻ അങ്ങനെ പോവില്ല. ചിലതൊക്കെ പറയാൻ തന്നെയാ മിഥുൻ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് നിധിയെക്കുറിച്ചാണ്. നിധിയെ സാറിന് അറിയാലോ അല്ലേ? എന്റെ ഭാര്യ നിധിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആ, അങ്ങനെയും പറയാം. അല്ല സർ, ഇപ്പൊ സാർ എങ്ങനെയാ? സംസാരിക്കാൻ സമയമുണ്ടോ? സി മിസ്റ്റർ മിഥുൻ. യെസ് മിഥുൻ. എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയൂ. സംഗതി രഹസ്യമാ. ഇവിടെ വെച്ച് സംസാരിച്ച സ്റ്റാഫൊക്കെ കേൾക്കില്ലേ? ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രൈവസി വേണം സാറേ. ശരി, വരൂ, എന്റെ ക്യാബിനിലിരിക്കാം. അതാണ് ഇപ്പോഴാ സാറിന് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയത്. നടക്ക് സാറേ. ഇതാരാ ഈ പുതിയ അവതാരം? ഇരിക്കുന്നില്ല സാറേ. ഇത്തരം കാര്യങ്ങള് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഭംഗി. നിങ്ങൾക്ക് നിധിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം ഞാൻ ചില ഫോട്ടോസ് കാണിക്കാം. ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു. സ്ക്വയറ്റ് നാച്ചുറൽ. താങ്കൾ നിധിയുടെ ഫ്രണ്ടാണല്ലോ. വെരി നൈസ് ടു മീറ്റ് യു. നിധി ആദ്യം എൻ്റെ ഫ്രണ്ടായിരുന്നു, പിന്നെ ലവറായി. കുറച്ചു കാലം ഞങ്ങൾ ഡീപ്പായി പ്രണയിച്ചു. ഇന്നത്തെ കാലത്തൊരു പ്രണയവും ബ്രേക്കപ്പും ഒക്കെ പതിവാ. താങ്കൾ അതൊക്കെ മറക്കണം. എനിക്കവളെ മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവളെ വിവാഹം കഴിച്ചതാ. 2 വർഷം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചു. നിധിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാ കൊന്നുകളയും ഞാൻ. നിങ്ങൾ എന്നെ തല്ലിക്കോ, കൊല്ലുന്നെങ്കിൽ കൊന്നോ. എന്നാലും ഞാൻ പറയാനുള്ളത് പറയും, നിങ്ങൾ കേൾക്കും. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ബന്ധം ഇപ്പോഴും തുടരുകയാണ്. നിധി എന്റെ ഭാര്യയാണ്. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ നിങ്ങൾ തമ്മിൽ എന്താ വർഷങ്ങളുടെ പരിചയമുണ്ടോ? വർഷങ്ങളുടെ പരിചയമല്ലടാ, ജന്മങ്ങളുടെ പരിചയം. ആഹാ, കല്യാണ പന്തലിൽ നിന്ന് വധു ഒളിച്ചോടിയപ്പോ കയ്യിൽ കിട്ടിയ പെണ്ണിനെ സ്വന്തമാക്കിയവൻ. എന്നിട്ട് അവളോട് ജന്മജന്മാന്തരം ബന്ധമുണ്ടെന്ന് വാദിക്കണമെങ്കിൽ അസാമാന്യ തൊലിക്കട്ടി വേണം. വിട് സാറേ. നിങ്ങളുടെ ജന്മജന്മാന്തര ബന്ധം എന്ന ഉള്ളിത്തൊലി ഞാനിപ്പോ പൊളിച്ചു കൈത്തരാം. നിങ്ങളുടെ വിവാഹത്തിന് ശേഷവും ഞാനും നിധിയും തമ്മിൽ കാണാറുണ്ട്. ഇല്ല, അത് നുണയാണ്. ഉണ്ട് സാറേ. ദേ, ഇന്നുകൂടി ഞാനും അവളും തമ്മിൽ കണ്ടു. എന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ ഞാൻ സാന്ത്വനിപ്പിച്ചു. പച്ചക്കള്ള നീ പറയുന്നത്? അല്ല സാറേ, ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങളെയും പറ്റിച്ച് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു കാണും. അവൾ ആളൊരു പഠിച്ച കള്ളിയാ സാറേ. ഇന്ന് ഞാൻ അവളെ എങ്ങനെ ആശ്വസിപ്പിച്ചതെന്ന് സാറിന് കാണിച്ചു തരാം. ദേ നോക്കിയേ.
അതെ, നിധിയായിട്ട് അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അധികം ഇഴുകി ചേരണ്ട. ആക്ടിങ് മതി, കേട്ടല്ലോ. നീ ചിരിക്കണ്ട, നീ ഒട്ടും ശരിയല്ല. അതുകൊണ്ടാ ഇവക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. അയ്യോ, അതൊന്നും സാരമില്ലമ്മേ. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല, ജീവിതത്തിലെങ്കിലും അഭിനയിക്കട്ടെ. ആന്റി ഷൂട്ട് ചെയ്യ്, ബാക്കി ഞങ്ങൾ ഏറ്റു. ദാ, ഫോൺ. എന്റെ തല വരാണ്ട് നോക്കണം. ഓ ശരി. ആ റെഡിയായോ? ആക്ഷൻ. കട്ട് 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 കട്ട്, ഇത്രയും മതി. എന്താ സാറേ, ഞങ്ങളുടെ ബന്ധത്തിന് ഇതിലും കൂടുതൽ തെളിവ് വേണോ? അല്ല, വേണമെങ്കിൽ തരാം. ഇനിയും ഇതിനേക്കാൾ ഹോട്ട് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടാലന്റ് ഉള്ളവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. എന്തോ കള്ളത്തരം പറഞ്ഞപ്പോൾ നിധി നിന്നെ ടച്ച് ചെയ്തു. അത് കഴിഞ്ഞുള്ള ദൃശ്യങ്ങളിൽ നിധിയുടെ മുഖം കാണാനില്ല, ശരീരം മാത്രം. സോ ഇറ്റ്സ് ഫേക്ക്. ടെക്നോളജിയൊക്കെ ഒരുപാട് മാറിയെന്ന് താങ്കൾ അറിഞ്ഞില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചിരുന്നെങ്കിൽ നിധിയുടെ മുഖം വെച്ച് തന്നെ ഫേക്ക് വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അത് പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഈ ടെക്നോളജി സൗത്തിൽ ബിസിനസ് ചെയ്യുന്നതിന്റെ മുമ്പിൽ ആവരുതായിരുന്നു. ഇതും ഇതിനപ്പുറം ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് ഈ ഞാൻ. സാക്ഷാൽ ശബരിമല ശ്രീ അയ്യപ്പൻ കാനന മധ്യത്തിൽ പുലികളുടെ കൂടെ കഴിയുന്നവനാ. ആ അയ്യപ്പന്റെ മുമ്പിലാണോടാ നീ ദേഹത്ത് പുള്ളി കുത്തി പുലികളി നടത്താൻ ഇറങ്ങിയത്? കൊള്ളാം സാറേ, ഞാൻ കാണിച്ച വിഷ്വൽസ് ഫേക്ക് അല്ലെന്നും അതെല്ലാം റിയലായി നടന്നതാണെന്നും നിങ്ങൾക്കറിയാം. എന്നിട്ട് എന്റെ മുന്നിൽ ദേഷ്യം നടിക്കുന്ന സാറാ ഇവിടെ പുലികളി നടത്തുന്നത്. Get out! പോവാൻ തന്നെയാ വന്നത്. പക്ഷേ ഞാൻ പറയാൻ വന്നത് പൂർത്തിയാക്കിയിട്ടേ ഇവിടുന്ന് പോവൂ. 2 വർഷം മുൻപ് ഞാനും നിധിയുമായിട്ടുള്ള വിവാഹം രഹസ്യമായി നടത്തിയതാ. ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് കഴിയുകയും ചെയ്തു. ഒടുവിൽ നിധിയുടെ അമ്മായിക്ക് നൽകാനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയാ നിധിയെ വീട്ടിലാക്കി ഞാൻ വിദേശത്തേക്ക് പോയത്. അപ്പോഴാണ് നിങ്ങളുടെ എൻട്രി. നിങ്ങൾ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് ശിവാനിയായിരുന്നു. അവൾ ഒളിച്ചോടിയപ്പോൾ എല്ലാവരും ചേർന്ന് നിധിയെ നിങ്ങളെ കൊണ്ട് താലി കെട്ടിച്ചതാണ്. പാവം, നിധിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാനും അവളുമായിട്ടുള്ള വിവാഹം രഹസ്യമായിരുന്നു. നിനക്ക് ഭ്രാന്താ? അതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. എന്റെ നിധി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. നിങ്ങളുടെ നിധിയല്ല, എന്റെ നിധി. അവൾ എന്റെ മാത്രം പെണ്ണാ. കിട്ടിയതും കൊണ്ട് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും. വീഡിയോ ഫേക്കാണെന്ന് നിങ്ങൾ മാത്രമല്ലേ പറയൂ, ഈ ലോകം പറയില്ലല്ലോ. ഞാൻ ഈ വീഡിയോ ഇന്റർനെറ്റിന്റെ മായ ലോകത്തേക്ക് കയറ്റിവിടാം. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ ഗൗതം ഗോപിനാഥിന്റെ ഭാര്യയുടെ ലീലാവിലാസങ്ങൾ നാട്ടുകാർ മുഴുവൻ കാണട്ടെ. അവളും ഞാനും വൈറലാവട്ടെ. ഇറങ്ങണ അവളില് നടക്കണം. ഈ ഏരിയയിൽ ഇനി നിന്നെ കണ്ടുപോകരുത്. ഒക്കെയാണോ ഓടുന്നത്? ഇപ്പൊ ഞാൻ പോവാം. പക്ഷേ എന്റെ ദേഹം നോവിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ഒന്ന് കൂടുതൽ കുറച്ചാ നീ ജീവനോടെ ഇവിടുന്ന് പോവില്ല. മിഥുൻ കയ്യും വീശി ഇവിടുന്ന് പോവും. അങ്ങനെ സാറിന് പോവാൻ പറ്റുമെന്ന് സാറിന് നോക്ക്. പോട്ടെ സാറേ. പോയി ചാവടാ. ഇനി വഴി തെറ്റിപ്പോലും എന്റെ മുമ്പിലേക്ക് വന്നു പോകരുത്. പോടാ. ആരാ സാർ അയാൾ? ഏതോ ഒരു ഭ്രാന്തൻ. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക്. സ്റ്റാഫ് മീറ്റിംഗ് റെഡിയാണ് സർ. ഇന്നിനി ഒരു മീറ്റിംഗും ഇല്ല, എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. സ്റ്റാഫൊക്കെ വെയിറ്റ് ചെയ്യാണ് സർ. തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ?
മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? സോറി സർ. സ്കൗണ്ടറൽ. ഒരു കള്ള കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു മനുഷ്യന്റെ മൂട് കളയാൻ.